അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മദദ് സുന്നി ക്ലാസ്. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഹുഖൂഖുൽ മുസ്ലിം, മുസ്ലിമീങ്ങളുടെ പരസ്പരമുള്ള ഹക്ക്, ഒരു മുസ്ലിമുക്ക് പിന്നൊരു മുസ്ലിമോടുള്ള ഹക്കിനെ സംബന്ധിച്ച് വിവരിക്കടെ ഇവിടെ ചൊല്ലുക. അതിൽ പല കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടുവരണ്ടേ. അതിൽപ്പെട്ട ഒന്ന് വയസ്സുള്ളങ്ങളെ ബഹുമാനിക്കുക എന്നുള്ളതും മക്കളൊട്ടുക്ക് റഹ്മത്ത് ചെയ്യുക എന്നതായിട്ടിക്കല് അത് ഒരു മുസ്ലിമുടെ ഹക്ക് എന്നായിട്ടിക്കല് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിവരിക്കല്. അതൊക്കെ ഒരുപാട് ഹദീസുകൾ അവിടെ ഉദ്ധരിക്കരുത്. ഒന്ന് അതിൽ ചൊന്നത് വയസ്സ്, അതായത് ഞങ്ങളെക്കാൾ വയസ്സ് മൂത്തങ്ങളെ വയസ്സരങ്ങളെ ബഹുമാനിക്കുക എന്നത്. അതിൽ അവിടെ ചൊല്ലും ഖാല ജാബിർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ മിന്നാ മൻ ലം യുഖിർ കബീറന വലം യർഹം സഗീറന. ഞങ്ങളിൽപ്പെട്ടവനല്ല ആര് വലിയങ്ങളെ ബഹുമാനിക്കാത്തവനും ചെറിയങ്ങളൊട്ടിಗೆ കരുണ കാട്ടാത്തവനും. അപ്പോ ഞങ്ങളെക്കാൾ ചെറിയങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കുക എന്നതും ചെറിയങ്ങളൊട്ട് കരുണ കാട്ടുക എന്നുള്ളതും. എന്നിട്ട് ഒരു ഹദീസ് കൊണ്ട് മിൻ ഇജ്ലാലില്ലാഹി ഇക്റാമി ദിശ്ശൈബത്തിൽ മുസ്ലിം, അല്ലെ, മുസ്ലിമായ ഒരു മനുഷ്യനില് തലമുടി പൽത്ത വയസ്സായ ആൾമാർക്ക് തലമുടിയെല്ലാം പൽത്തിട്ട് അങ്ങനെ ബഹുമാനിക്കുക എന്നുള്ളത് അത് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ബഹുമാനിക്കുന്നതിൽപ്പെട്ടതായിട്ടിരിക്കുന്നത്. അപ്പൊ എത്ര വലിയ കാര്യം നിങ്ങൾ നോക്കൂ. വയസ്സുള്ള ആൾമാരെ ബഹുമാനിക്കുക എന്നുള്ളത് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ബഹുമാനിക്കുന്നതിൽപ്പെട്ടത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പിന്നെ വണ്ണിക്കിടതില്ല. അപ്പൊ അള്ളാഹു കൽപ്പിച്ച കാര്യമായതുകൊണ്ട് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അത് തൃപ്തിപ്പെട്ട കാര്യം, വലിയ പ്രതിഫലമുള്ള കാര്യമായിട്ടിരിക്കുന്നത്. ഇനി നോക്കൂ, വമിൻ തമാമി തൗഖീരിൽ മശായിഖി, ഞങ്ങളെ ഉസ്താദുമാറ്, അതുപോലെ ഞങ്ങളെക്കാൾ വയസ്സുള്ള ബാപ്പ അജ്ജ, ഇങ്ങനെ ബഹുമാനിക്കുക എന്നതിന്റെ പൂർണ്ണതയിൽപ്പെട്ടതായിട്ട് അല്ലാ യതകല്ലമ ബൈന ഐദീഹിം ഇല്ലാ ബിൽ ഇദ്ൻ, അങ്ങനെ എതിർല് പലക്ക പറയാണ്ടിക്കൽ അങ്ങനെ അനുമതി ഇല്ലാണ്ട്. അപ്പോ അങ്ങനെ ബഹുമാനിക്കുന്നത് അങ്ങനെ എതിർല് ഞങ്ങൾ പലക്ക പറയുമ്പോ ഞാൻ ഇങ്ങനെ ചൊല്ലട്ട അങ്ങനെ അനുമതി എടുത്ത് പലക്ക പറയടേ എന്നുള്ളത് അതില് ആ ബഹുമാനിക്കുക എന്നതിന് പരിപൂർണതയിൽപ്പെട്ടത്. ബഹുമാനിക്കുന്ന ഒരുപാട് രീതിയുണ്ട്. അപ്പോൾ അങ്ങനെ എതിർല് ഞങ്ങ പലക്ക പറയണേന്ന് കണ്ടെങ്കിൽ ഇന്ന ഇങ്ങനത്തെ കാര്യം ഞാൻ ചൊല്ലട്ടാം എന്ന അങ്ങനെ അനുമതി എടുത്ത് പലക്കറി എന്നുള്ളതാണ്. എന്നിട്ട് അവിടെ ഒരു സംഭവം ചൊല്ലു. ജാബിർ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നത് ഖദിമ വഫ്ദു ജുഹൈന അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജുഹൈന ഗോത്രത്തെ ഒരു സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുട്ട വന്നു. ഫഖാമ ഗുലാമുൻ ലിയതകല്ലം, ഒരു കിടാവ് അതിൽ നിന്ന് അത് വയസ്സായ ഒരാൾ പലക്ക പറയുക നീണ്ടെത്തു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅൈനൽ കബീർ, നിയത്തല്ലാണ്ട് വലിയങ്ങ എവിടെ ഉള്ളാറ്, വയസ്സരങ്ങ എവിടെ ഉള്ളാറ്. അതായത് നിങ്ങളെ കൂട്ടത്തിൽ നീ ചെറിയവനല്ലേ, വയസ്സരങ്ങ പറഞ്ഞിട്ട് എരിയങ്ങ പലക്കാറായിട്ട്. വഫിൽ ഖബരി മാ വഖറ ശാബുൻ ശൈഖൻ ഇല്ലാ ഖയ്യദല്ലാഹു ലഹു ഫീ സിന്നിഹി മൻ യുവഖ്. അതാ ഹദീസിലുണ്ട്, വയസ്സുള്ളങ്ങളെ ബഹുമാനിക്കുക എന്നാൽ ഓനക്ക് വയസ്സാവുമ്പോ ഓന്റെ ബഹുമാനിക്കുക അല്ലാഹു തആല അഹല നിയമിക്കട. വഹാദിഹി ബിശാറത്തുൻ ബിദവാമിൽ ഹയാത്തി. എന്നിട്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ചൊല്ലുക, ഇതൊരു സന്തോഷ വാർത്ത. എന്തിനേക്ക് സന്തോഷ വാർത്ത? ബിദവാമിൽ ഹയാത്തി, ഓനക്ക് നീണ്ട ആയുസുണ്ട്, ഓനക്ക് അല്ലെ, ഓന് വയസ്സരങ്ങളെ ബഹുമാനിച്ചെങ്കിൽ ഓനക്ക് വയസ്സാകുമ്പോ ഓന്റെ ബഹുമാനിക്കാൻ ആള് അള്ളാഹു റെഡിയാക്കണല്ലേ ചൊന്നേ. അപ്പൊ ഓനക്ക് വയസ്സാവിടത്തോളുണ്ട് ഓനക്ക് ആയുസ് നീട്ടി കിട്ടും, വയസ്സാവിടത്തോളം ജീവിക്കട എന്നല്ലേ അതിൽ നിന്ന് കിട്ടും. അപ്പൊ ഇത് വയസ്സരങ്ങളെ ബഹുമാനിക്കുക എന്നുള്ളത് ആയുസ് നീണ്ടു കിട്ടു എന്നതിലെ സന്തോഷ വാർത്തയായിട്ട് ഫല്യതനബ്ബഹു ലഹാ. فلا يوفق لتوقير المشايخ
ഇല്ലാ മൻ ഖലല്ലാഹു ലഹു ബിതൂലിൽ ഉമർ. എന്നിട്ട് ചൊല്ല്, ബേസരങ്ങളെ ബഹുമാനിക്കായി എന്നൊരു ഭാഗ്യം കിട്ടുക ആര് കൊണ്ടെന്ന ദീർഘായുസിന്റെ മാത്രമാണ്. അള്ളാഹു അവനക്ക് ദീർഘായുസ് കൊടുത്തെങ്കിൽ മാത്രം. അപ്പോ ഇതിൽ അതിനപ്പുറം വിവരിക്കട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കളൊട്ടിയ കരുണ കാട്ടിയ ഭാഗങ്ങളൊക്കെ വിവരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അത് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ചൊല്ലേ. അപ്പോ വയസ്സരങ്ങളെ ബഹുമാനിക്കുക, ഹിരിയങ്ങളെ ബഹുമാനിക്കുക എന്നത് അത് ഇസ്ലാം വളരെ പ്രാധാന്യം കൽപ്പിച്ച കാര്യവും അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളെ കൽപ്പിച്ചതും. ഞങ്ങൾക്ക് വയസ്സാകുമ്പോഴത്തോ ഇപ്പൊ ഞങ്ങൾ ചൊല്ലാൻ ഞങ്ങളിപ്പോ വയസ്സരങ്ങളെ കണക്കൂട്ടാണെന്നെങ്കിൽ അങ്ങക്ക് ഈ കാലഘട്ടത്തെ ചില അവസ്ഥകൾ അങ്ങക്ക് ഗൊന്തില്ല. അങ്ങനെ വയസ്സായിട്ട് ഞങ്ങളെ പോലെയല്ല. അങ്ങ് ഈ ഇന്നത്തെ ഞങ്ങളെ ഡിജിറ്റൽ യുഗമാണ് അല്ലെ, എല്ലാം ഓൺലൈനിലും അതുപോലെ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഇങ്ങനത്തെ സ്ഥലത്തിൽ ഏർപ്പെട്ട ആൾമാരായിട്ട് ഇന്നത്തെ യുവതലമുറ പാലക്കാർമാർ മക്കളെല്ലാം ആ രീതിയിൽ വലഞ്ഞു വേണ്ടങ്ങ. അങ്ങ ഇപ്പൊ ഈ ഫീൽഡിലില്ല. അങ്ങ ഇപ്പൊ വന്നെങ്കിൽ അങ്ങനെ ബയസർ അങ്ങനെ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടുമ്പോ പെരുമാറേണ്ട രീതി വളരെ ബഹുമാനിച്ചു കൊണ്ടായിരിക്കണം, ആദരിച്ചു കൊണ്ടായിരിക്കണം. കാരണം അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെ ബഹുമാനിക്കുക ഞങ്ങളെ കൽപ്പിച്ചത്. ഒന്ന്. രണ്ട്, അങ്ങനെ ബഹുമാനിച്ചെങ്കിൽ ഞങ്ങളെ അബഹുമാനിക്കുക അള്ളാഹു ഞങ്ങൾക്ക് എന്താ ആളെ റെഡിയാക്കി വെക്കണം. അതായത് ഈ തലമുറ, അതായത് ഇണ്ട് ബാലക്കാരായിട്ടുണ്ടെങ്ക അങ്ങ് ഇപ്പൊ ഒരു 25-30 വർഷമായവണ് ഒരു 20 വർഷം കഴിയുമ്പോൾ അവന് 55 വർഷം 60 വർഷം ആവണം അല്ലെ, 50 വർഷം 55 വർഷമെല്ലാം ആവും. അപ്പൊ ആ കാലഘട്ടത്തിൽ 20-25 വർഷം അവിടെ അങ്ങനെ എതിർലോൺ ബയസറാണ്. അപ്പൊ അണ്ടത്തെ കാലെല്ലാം ചേഞ്ച് ആയിട്ടിരിക്കണ്. അണ്ടത്തെ ന്യൂ ജനറേഷൻ ഓണർ ബയസറാവണം അവര. അപ്പൊ അണ്ട് നിന്റെ മക്ക അല്ലെങ്കിൽ നിന്റെ റായത്തെങ്ക അല്ലെ നിന്റെ കാലത്തുള്ള ബാലക്കാർ ബഹുമാനിക്കണം കണ്ടെങ്കിൽ നീ ഇപ്പൊ വയസ്സില്ലെങ്കിൽ ബഹുമാനിച്ചെങ്കിൽ മാത്രം. ഇന്നിപ്പോ വയസ്സായ ആൾക്കാർ 10-25-30 വർഷத்துக்கு മുന്നേ അങ്ങ് ബാലക്കാരായിട്ടിരുന്നത്. അണ്ടത്തെ കാലത്ത് വയസ്സരങ്ങളെ അങ്ങനെ ബഹുമാനിച്ചെങ്കിൽ ഇന്റെ ബഹുമാനിക്കും അങ്ങനെയുള്ള ആള് റെഡിയുണ്ട്. അണ്ടത്തെ കാലത്ത് അങ്ങ് ബഹുമാനിച്ചിട്ടില്ലാന്നുണ്ടെങ്കിലോ ഇന്നങ്ങനെ ബഹുമാനിക്കും ആളും ഇക്കല്. അപ്പോ നങ്ങേന്ദ്രത്തില്ല ഈ യുവതലമുറ, അതായത് ഈ ബാലക്കാർ എപ്പോഴും ബാലക്കാരായിട്ടില്ലേ. അങ്ങ് ഒരു 10-20-25-30 വർഷം അറിയുമ്പോ അങ്ങ് ബേസരങ്ങാവുന്നത്. അങ്ങ് ബേസരാകുമ്പോ ആ കാലഘട്ടത്തെ പണ്ടേ മക്ക ഇങ്ങനെയല്ല. അപ്പൊ എന്തെല്ലാം സിസ്റ്റം വർദ്ധിക്കും, കാലഘട്ടം എന്തെല്ലാം ചേഞ്ച് ആയിട്ടിരിക്കും. അങ്ങനെ ഇപ്പൊ 10-20 വർഷത്തിൽ കാണ്ട ചേഞ്ചസ് എത്രയോ ഇത് കാണ്ട്. അപ്പൊ ഇനൊരു 10-20 വർഷം ഇത് ഡെവലപ്മെന്റ് ആയോണ്ട് പോകണ്ടല്ലാണ്ട് ഇതേ ലെവലിൽ നിക്കില്ലേ. അപ്പൊ അണ്ട് ഞങ്ങൾക്ക് വയസ്സാകുമ്പോ അണ്ടത്തെ ബാലക്കാറ് ഇതിപ്പോ യൂട്യൂബ് ചാനലിൽ ഇക്കടല്ലേ. അപ്പൊ കാത് കൊടുക്കണെങ്കിലും ഈ സംഭവം ഇതിപ്പോ 2024 ഇതിപ്പോ ചാനലിലേക്കും കുറെ വർഷം കഴിഞ്ഞിട്ട് ഒരു 20-30 വർഷം കഴിഞ്ഞിട്ട് യൂട്യൂബിൽ ആരെങ്കിലും കാണാൻ പറ്റുന്നു. അപ്പൊ അണ്ടുസ്ത ചൊന്നരല്ലേ എന്ന് അല്ല അണ്ടി ഇത്തിന് കണ്ടെങ്കിൽ അപ്പൊ ഇത് അണ്ട് ഓർമ്മ വരും. ഞാനത് ചൊല്ലേ ഈ യുവ എന്നുള്ളത് ഈ യൗവനം ചൊല്ലത് അത് നിലനിൽക്കുന്നതല്ല. അത് ഒരു മിന്ന് പോലത്തെ ഒരു ടൈം മാത്രമേ അല്ലേ. ഇപ്പൊ ഞങ്ങൾ വിചാരിച്ച ഞങ്ങളറിയ യൗവനത്തില് ഞങ്ങളെല്ലാം തീരു എന്നുള്ളത് അത് മിന്ന് പോലെ എപ്പോ കഴിഞ്ഞു പോയിട്ടായിരുന്നു, മിന്നെറിഞ്ഞ പോലെയെന്നു. ഇപ്പൊ ഞങ്ങൾക്ക് എന്തായിട്ട് ഞങ്ങളൊരു ഏജ് ആയിത്ത്. അപ്പൊ അതേപോലെ ആയിട്ട് ഈ യൗവനം ചൊല്ലത് ഒരിക്കലും നിലനിൽക്കില്ല. അത് കുറെ ഒരു ചെറിയ ടൈം മാത്രമല്ലേ. അതൊരു കിനാവ് കണ്ട പോലെ ആയിട്ടിക്കട്. ഒരു 4 മക്കാകുമ്പോ പിന്നെ ബയസ്ര അവനുകളെ വിഷയെല്ലാം മനവരിക്കണം തോന്നും. അപ്പോ അള്ളാഹു തആല അമ്പിയാക്കന്മാർക്കൊക്കെ 40 വർഷം ആകുമ്പോഴത്തേക്ക് നുബുവത്ത് കൊടുത്തേ. ഒരു പക്വത പണ്ടേ അപ്പൊ ഒരു പള്ളിയുടെ പ്രസിഡന്റ് ആവണമെങ്കിൽ അവനക്ക് 40 വർഷം മിനിമം ആവണം. കഴിക്കില്ല ആവണ്ട. അതൊരു നിബന്ധന ഇസ്ലാമിന്റെ ശക്തി പറഞ്ഞിട്ടല്ല നാ ചൊല്ലേ. ഒരു പക്വത ഒരു മനുഷ്യക്ക് പണ്ടപ്പോ അവനക്ക് ഒരു 40 വർഷം ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും ആവണിട്ടില്ല. സാധാരണ അങ്ങനെ ആയിട്ടിട്ട് അവനക്ക് വിഷയങ്ങളൊക്കെ മനവരിക്ക അവിടെ അല്ലെങ്കിൽ കൊന്ത അവിടെ എന്നുള്ളത്. അപ്പൊ അതൊരു എന്തായിട്ടിട്ട് ഹന്ത അയക്ക് മുന്നത്തെ ഹന്താൻ ചൊല്ലത് ഞങ്ങൾ അത്ര എന്തല്ല കാര്യങ്ങള് ചിലപ്പോ പഠിപ്പിക്കുന്നത് കൊണ്ടിട്ട് ഇപ്പൊ എല്ലാം നല്ല നോളജുണ്ട്, എല്ലാ വിഷയം കൊണ്ടുണ്ട്. എന്നാൽ അവനക്ക് നിയന്ത്രിക്കുക തെരിയണമെന്നിട്ടില്ല. അത് പിന്നൊരു പഠിപ്പായിട്ടിട്ട് കുറെ കാര്യങ്ങൾ ഞങ്ങൾ എന്തൊക്കെ അനുഭവിച്ച് പഠിക്കുന്ന പഠിപ്പുണ്ട്. അത് ബുക്കിലോ പെൻസിലോ എഴുതിട്ടോ പഠിക്കലോ ഒന്നല്ല, അത് അനുഭവത്തെ മേലെ വേണ്ട. അപ്പൊ ഈ 40 വർഷം ആകുമ്പോ ഒരുപാട് ഞങ്ങൾ എന്താക്കിട്ടിട്ട്
അനുഭവത്തിൽ നിങ്ങൾ പഠിച്ചിട്ടിക്കിട അല്ലെ, ആ പഠിപ്പായിട്ടിക്കിട് അവിടെ ആവശ്യമുള്ളത്. ഹെൽത്തിലും പിന്നെ എൽജിയിട്ടും ഏതെങ്കിലും കോളേജിൽ പോയിട്ടോ ഡിഗ്രി എടുത്തിട്ടോ പഠിച്ച പഠിപ്പ് അത് ഞങ്ങളെ സ്വാർത്ഥക്ക് ജോബുകളെ യൂസ് ആവും എന്നല്ലാണ്ട് അത് മനുഷ്യന്മാരുടെ ഇടപെറങ്ങും മനുഷ്യന്മാരെ നിയന്ത്രിക്കുകയും അല്ലെങ്കിൽ ഒരു സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കുള്ള പഠിപ്പ് അത് അനുഭവത്തിലൂടെ കൂടി കിട്ടണം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഞാൻ വിവരിക്കാം. അള്ളാഹു എല്ലാവരെയും സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.